ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലേ ഡയറി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ഒരു ഫ്ലവർ പോട്ടാണ്. ഞാൻ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ പോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പോട്ട് സെറ്റ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വേണ്ടാത്തൊരു ബോട്ടിലാണ്. സാധാരണ ഇത് പേപ്പർ കപ്പ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു ബോട്ടിൽ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ ബോട്ടിൽ എടുക്കുക, അതിന്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് കുറച്ചും കൂടി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചെറിയ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അതിന്റെ അടിഭാഗത്തും മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ ഈ ഒരു ബോട്ടിലിന്റെ പോർഷൻ ആണ് നമ്മൾ ഈ ഒരു ഫ്ലവർ പോട്ട് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ബോട്ടിൽ വെച്ച് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കപ്പ് വെച്ചിട്ടോ വേറെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ടോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ബോട്ടിൽ ഷേപ്പായി കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ പൈപ്പ് ക്ലീനേഴ്സ് ഇതിന്റെ അളവിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് പോട്ട് ആയതുകൊണ്ട് തന്നെ ബ്രൗൺ പൈപ്പ് ക്ലീനർ ആണ് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ആ ഒരു പോട്ടിലിന്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് അതിനെ സൈസ് ആക്കിയിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ മേലെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൈപ്പ് ക്ലീനറിന്റെ ഉപകാരം എന്താന്ന് വെച്ചാൽ നമുക്ക് അധികം ഗ്ലൂ ആവശ്യമായിട്ട് വരില്ല. പിന്നെ ഏകദേശം ആവശ്യം ഉണ്ടാകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ഒക്കെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് അത് രണ്ടും ഒട്ടിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ ലീഫ് ഒട്ടിക്കാനുണ്ടാവുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ഗ്ലൂ അധികം ആവശ്യം ഉണ്ടാവുക. ഞാനാണെങ്കിൽ കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയതിൽ ബ്രൗണ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്ക് സൈഡിലൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഒക്കെ ആണ് പൈപ്പ് ക്ലീനർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. പിന്നെ ഒരു റൗണ്ടിൽ ചുറ്റി എടുക്കുക. ഒന്നെങ്കിൽ ഇത് പെൻസിലിലോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മണ്ടത്തരവും ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ എൻ്റെ നൈഫുമിലായിരുന്നു ചുറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റൗണ്ട് കുറച്ചും കൂടെ വലുതായി പോയി. അങ്ങനെ അത് ചുറ്റി എടുത്തിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സെറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ കിട്ടുക. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിൽ ഒന്നും കൂടെ സെറ്റ് ആക്കി നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നല്ലതായിട്ട് റൗണ്ട് ചെയ്യുക. പിന്നെ അതിന്റെ അടിഭാഗം രണ്ടും കൂടെ തിരിച്ചെടുക്കുക. ഇനി ബാലൻസ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്തു കൂടെ ഒന്നും കൂടെ സെറ്റ് ആക്കി എടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. എല്ലാ ഫ്ലവറിന്റെയും വട്ടത്തിലൊന്ന് സെറ്റ് ആക്കി എടുക്കുക. ഒരു പെറ്റൽസ് രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഐഡിയ കിട്ടി തുടങ്ങും. അപ്പൊ ഒന്ന് എല്ലാം കൂടെ റെഡി ആക്കി എടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഫ്ലവറിന്റെ രൂപത്തിൽ കിട്ടും. ഞാൻ എൻ്റെ കയ്യിൽ ബാലൻസ് വന്നിട്ടുള്ള എല്ലാ പിങ്ക് പൈപ്പ് ക്ലീനറും യൂസ് ചെയ്തിട്ടും ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ ഫ്ലവർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോട്ട് കുറച്ചും കൂടെ ഭംഗി കൂട്ടാം. അതിൻ്റെ ഉള്ളിൽ ഒരു തെർമാക്കോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ മേൽഭാഗത്ത് ഗ്രീൻ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഗ്രാസ് സെറ്റ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സ് ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലും ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതിലൊരു കമ്പി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ആ ഒരു കമ്പി വെച്ചിട്ടാണ് ഞാൻ ഈ തെർമാക്കോളിൽ വെക്കുന്നത്. നിങ്ങൾ ഗ്ലൂ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാവും, കാരണം അത് ഇളകി പോരാതെക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ആയിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലീഫാണ് സെറ്റ് ആക്കുന്നത്. ഗ്രീൻ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലീഫും സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇതും കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ക്ലീനറിന്റെ ഫ്ലവർ പോട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കമന്റിൽ നമ്മൾ പൈപ്പ് ക്ലീനറിന്റെ ഫ്ലവർ പോട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലാസ്റ്റിൽ ഞാൻ പൈപ്പ് ക്ലീനറിന്റെ പോട്ടിനെ കുറച്ചും കൂടെ മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഹാർട്ടും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.